എന്താണ് പരമാധികാരം? ഒരു രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം, അധികാരം ആ രാഷ്ട്രത്തിന്, മറ്റാർക്കും അതിൽ കൈകടത്താൻ അവകാശമില്ല. അതാണ് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരം. ഇന്ന് അതാണോ? ഇന്നത്തെ മാധ്യമ വാർത്തകൾ നോക്കും. അമേരിക്ക ദയാപൂർവ്വം ഇന്ത്യക്ക് അനുമതി നൽകിയിരിക്കുന്നു. 30 ദിവസം നിങ്ങൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാം. ഇവിടെ നമ്മുടെ പരമാധികാരം. നാം ആരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങണം, ആരുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതായിട്ട് തീരുമാനിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രമല്ലേ? അതിൽ അമേരിക്കന്റെ പങ്ക്. എന്തിന് അമേരിക്കയുടെ അനുമതി വാങ്ങുന്നു? എന്തിന് അമേരിക്കയുടെ അനുമതിക്കായിട്ട് യാചിക്കുന്നു? പഴയ കാലത്ത് സാമന്ത രാഷ്ട്രങ്ങളെ പറ്റി നാം കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സാമന്ത രാഷ്ട്രമായി മാറി ഇന്ത്യ. നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമാധികാരം എന്തിന് കളഞ്ഞു കുറിച്ചു? എന്തിന് അമേരിക്കയെ കൊണ്ടുപോയി അടിയറവിച്ചു? ഇതല്ലേ ഇപ്പൊ കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്തെയാണ് അവമാനിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങളെയാണ് അവമാനിച്ചിരിക്കുന്നത്, നമ്മുടെ സാമ്രാജ്യത്തെ വിരുദ്ധ പാരമ്പര്യത്തെയാണ് അവഹേളിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ എല്ലാ ദേശാഭിമാനികളും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ശക്തികളും ഒരേ വികാരത്തോടെ മുന്നോട്ട് വരുന്നു. ഇന്ത്യ ഗവൺമെന്റ് കാണിക്കുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആഗ്രഹമുണ്ടാകും. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാവും. ലോകമാസകലം പൊതുജനാഭിപ്രായം ഉയർന്നു വരികയാണ്. ആ പൊതുജനാഭിപ്രായത്തോടൊപ്പം വലിയ തോതിൽ ഉയർന്നു നിൽക്കാൻ നമുക്കും കഴിയുന്നു. എല്ലാവരും സാമ്രാജ്യത്തോട് ചിന്താഗതിക്കാരായ മുഴുവൻ ആളുകളും ഒരേ മനസ്സോടെ ഇതിനെതിരെ അണിനിരക്കാൻ തയ്യാറാണ്.